ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യത്തിൻ്റെ ഒരു ട്യൂട്ടോറിയലായിട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബസ് സിമുലേറ്റർ കേരളയിൽ നെയിം ഫോണ്ട് എങ്ങനെ ആഡ് ചെയ്യാം, ബസ്സിൽ നെയിം എങ്ങനെ ആഡ് ചെയ്യാം, ആ ഒരു സെറ്റപ്പ് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചതാണ്. എനിക്ക് ഇതുവരെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ ട്യൂട്ടോറിയൽസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. INSD എങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവർ വേണമെങ്കിൽ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യുക, നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സംഭവം ചെയ്യാൻ ഫോണ്ട് വെച്ച് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഫോണ്ടിൽ ഡിസൈൻ ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഫസ്റ്റ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, പിൻട്രസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. അത് കുറേ ഇമേജസും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു വെബ്സൈറ്റും ഉണ്ട്, ആപ്പും ഉണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ആപ്പാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പം ആപ്പ് ഇവിടെ ഉണ്ട്, പിൻട്രസ്റ്റ്. ഓക്കെ, അതിന് ശേഷം പിൻട്രസ്റ്റ് കയറിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു നെയിം ഫോണിൻ്റെ ഒരു ഡിസൈൻ വേണം. ഓക്കെ, ഒരു നല്ല ഡിസൈൻ നമുക്ക് വേണം. അപ്പോൾ ഡിസൈൻ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ നമ്മൾ ടൈപ്പോഗ്രഫി എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇഷ്ടംപോലെ ടെക്സ്റ്റിൻ്റെ ടൈപ്പോഗ്രഫി ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ കിട്ടും. ഇഷ്ടംപോലെ സംഭവങ്ങളോട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നല്ലത് നോക്കി വരണം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് ശേഷം അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ഇഷ്ടപ്പെട്ടു. അപ്പം ആ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു 3 ഡോട്ട് സംഭവമുണ്ട്. ആ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഫോളോ ചെയ്യാനുള്ള കോപ്പി ലിങ്ക്, ഡൗൺലോഡ് ഇമേജ്, ആഡ് ടു കൊളാഷ്, റിപ്പോർട്ട് എന്ന കുറച്ച് ഓപ്ഷൻസ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഡൗൺലോഡ് ഇമേജ് നിൽക്കുക. അപ്പം ഇവിടെ നിങ്ങൾക്ക് മേളിൽ ഇമേജ് ഡൗൺലോഡഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗാലറിയോട് ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ, നേരെ ChatGPTയിലോട്ട് പോവാം. ഓക്കെ, നേരെ ChatGPTയിൽ വരിക. ChatGPTയിൽ വന്നതിന് ശേഷം കഴിഞ്ഞ തവണ ഞാൻ INSDയുടെ ഇട്ടപ്പം കുറേ പേര് എന്നോട് പറഞ്ഞായിരുന്നു ജെമിനിയിൽ അവർക്ക് വീഡിയോ ജനറേഷൻ്റെ സംഭവം കാണുന്നില്ല എന്ന്. അതിന് കാരണം ജെമിനിയിൽ വീഡിയോ ജനറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. ആ പ്രോ സബ്സ്ക്രിപ്ഷൻ കുറേ നാൾക്ക് മുമ്പ് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. എൻ്റെ ഒരു അക്കൗണ്ടിൽ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പ്രോ സബ്സ്ക്രിപ്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് അത് ഓട്ടോമാറ്റിക്കലി സംഭവം എടുക്കുമ്പോൾ തന്നെ അത് കാണാൻ പറ്റും. പ്രോ സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, അത് ചിലരുടെ ലക്കനുസരിച്ച് ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഞാൻ എന്തായാലും എൻ്റെ ഒരു അക്കൗണ്ടിൽ പ്രോ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. എൻ്റെ വേറൊരു അക്കൗണ്ടിൽ പ്രോ സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ChatGPTയിലാണെങ്കിൽ ഇമേജ് ജനറേഷന് ലിമിറ്റ് ഒന്നും ഇല്ല എന്നാണ് ഇത്. എൻ്റെയിലും ഇതിനും ഒരു എനിക്കും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഗോ എന്ന് പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇമേജ് ജനറേഷനും ലിമിറ്റ് ഇല്ല എനിക്ക് തോന്നണം. എനിക്ക് ലിമിറ്റില്ല. ഇമേജ് ജനറേഷന് ChatGPTയിൽ ചിലപ്പോൾ 1-2 ഇമേജസൊക്കെ 3-4 ഇമേജസൊക്കെ എനിക്ക് തോന്നുന്നു ഡെയിലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ChatGPT എടുക്കുക. ChatGPT എടുത്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഈ ഒരു സാധനമാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. ഈ ഒരു സാധനം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്രോംപ്റ്റ്, ആക്ട് ആസ് എ പ്രൊഫഷണൽ ഡിസൈനർ ആൻഡ് ക്രിയേറ്റ് ആൻ ഇമേജ് ഇൻ ദിസ് എക്സാക്ട് ഡിസൈൻ ഫോർ മീ ഇൻ ദ നെയിം മിന്നൽ, ഐ ജസ്റ്റ് നീഡ് ദ നെയിം ഫോണ്ട് ഫ്രം ദിസ് ഇൻ ദിസ് എക്സാക്ട് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് പ്രോംപ്റ്റ് കൊടുത്തു. ഈ പ്രോംപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഡോക്യുമെൻറ്റ് ഫയലിനകത്ത് ഈ പ്രോംപ്റ്റ് സേവ് ചെയ്ത് വെച്ചേക്കാം. ഈ മിന്നലെന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടെ നിങ്ങളുടെ നെയിം ആഡ് ചെയ്തിട്ട് ബാക്കി ചെയ്താൽ അവർ ഇതേപോലത്തെ ഒരു ഡിസൈൻ ChatGPT ജനറേറ്റ് ചെയ്ത് തരും. എനിക്ക് ജനറേറ്റ് ചെയ്യുന്ന ഇതാണ്. പിന്നെ ഇതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താനുള്ള രീതിയിൽ മാറ്റാം. എനിക്കിവിടെ ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ChatGPTയിൽ റിമൂവ് ദ തിങ് അണ്ടർ എൻ്റെ താഴെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനത് റിമൂവ് ചെയ്യാൻ പറഞ്ഞ് ഒരു പ്രോംപ്റ്റ് കൊടുത്തു. അപ്പം ChatGPT എനിക്ക് റിമൂവ് ആക്കിയൊരു ഇമേജ് തന്നതാണ് ഇത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആയിട്ട് ഡൗൺലോഡ് ബട്ടണുണ്ട്. അപ്പോൾ അതൊന്ന്
ക്ലിക്ക് ചെയ്യുമ്പം ആ ഇമേജ് ഡൗൺലോഡായിട്ട് കിട്ടും. ഇവിടെ മേളിൽ ഇമേജ് സേവ്ഡ് എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നമ്മുടെ ബസ്സിൽ ആഡ് ചെയ്യണം. ബസ്സിൽ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ബാക്ക് പോവുക. അതിനുശേഷം പിക്സാർട്ട് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം ഇതൊക്കെ ഡിസൈൻ ചെയ്യാൻ അറിയാവുന്നവർക്ക് അറിയാവുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും പിക്സാർട്ട്. ജസ്റ്റ് ഒന്ന് പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ടിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, പ്ലേ സ്റ്റോർ ലിങ്ക്. പിക്സാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ എഡിറ്റ് ചെയ്ത ഫോട്ടോ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഫോട്ടോ ഇടേണ്ട. പക്ഷേ എന്നിട്ട് ഇതിന് മുമ്പ് നമ്മൾ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിന് മുമ്പ് നമ്മൾ ചെയ്യാനുള്ളൊരു സ്റ്റെപ്പ് ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. നേരെ നമുക്ക് ഇതിൻ്റെ ടെംപ്ലേറ്റ് വേണം. നമ്മളിപ്പോൾ BSK3 നമ്മൾ നെയിം ഫോണ്ട് ആഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്ക് BSK3 ടെംപ്ലേറ്റ് വേണം, ഗെയിം ടെംപ്ലേറ്റ്. അപ്പോൾ ആ ടെംപ്ലേറ്റ് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ BSK കമ്പാനിയൻ ആപ്പ് ഉണ്ട്. BSK കമ്പാനിയൻ ആപ്പിൽ ഇതിൻ്റെ ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. BSK കമ്പാനിയൻ ആപ്പിൽ കയറിയതിന് ശേഷം ഇവിടെ ടെംപ്ലേറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക. ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ കുറേ സംഭവമുണ്ട്. അതിൽ ഇതാ കിടക്കുന്നു BSK3 ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ കിടപ്പുണ്ട്. BSK3 ടെംപ്ലേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. BSK3 ടെംപ്ലേറ്റ്. അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നേരെ നമ്മുടെ പിക്സാർട്ടിലോട്ട് പോകണം. പിക്സാർട്ടിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച നമ്മുടെ ടെംപ്ലേറ്റ് എടുക്കണം. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് BSK3. ഇതാണ് BSK3 ടെംപ്ലേറ്റ്. BSK3 ടെംപ്ലേറ്റ് എടുത്തു. ഇതാണ് നമ്മുടെ BSK3 ടെംപ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നെയിം എവിടെ വരുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ എങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേറെ ബസ്സുകളുടെയൊക്കെ ഇത് കാണുമല്ലോ, ടെംപ്ലേറ്റ്സ് കാണുമല്ലോ, ടെംപ്ലേറ്റ്സും ലിവറീസ് കാണുമല്ലോ. അപ്പോൾ അതിൽ ഒരു ലിവറി സെലക്ട് ആക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ലിവറിനെ സെലക്ട് ആക്കാം. എൻ്റെ മിന്നലിൻ്റെ ലിവറി ഉണ്ട്. മിന്നൽ എന്ന നെയിം ഫോണ്ടൊക്കെ വെച്ച് ചെയ്ത ഒരു ലിവറി ഉണ്ട്. അത് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് സെലക്ട് ചെയ്തു, ആഡ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് വലുതാക്കി വെച്ച് കൊടുക്കാം. ഓക്കെ, അത് ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം, അത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച സാധനം ഇവിടെ ഇതിൽ കറക്റ്റ് വരണം. ഇവിടെ ഇതിൽ കറക്റ്റ് നമുക്ക് ഈ മിന്നലെന്ന് എഴുതിക്കണതിൻ്റെ അവിടെ തന്നെ വരണം. അത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജ് ഉണ്ടല്ലോ, അത് ആഡ് ഫോട്ടോയിൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജ് സെലക്ട് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ താഴത്തെ ഇമേജിൻ്റെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ലിവറിൻ്റെ ഇമേജിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. മറ്റേതിൻ്റെത് കുറച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ആഡ് ചെയ്ത നെയിമിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്രോപ്പിൽ പോയിട്ട് ഒന്ന് ക്രോപ്പ് ചെയ്യുക. ഒന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്യുക. ഇത്രയും വരെ നമുക്ക് എന്തായാലും വേണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ സെയിം അളവിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും നോക്കി ഇതിൻ്റെ എൻഡിങ് നോക്കി ഈ താഴ്ഭാഗവും അതേ ലെവലിന് പിടിച്ച് വെച്ച് ആ ഒരു സെറ്റപ്പിൽ ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പാസിറ്റി കൂട്ടി കൊടുത്താൽ ഇത് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിപ്പം വൈറ്റും ബ്ലാക്കിലുമാണ് കിടക്കുന്നത്. മീൻസ് ടെക്സ്റ്റ് ബ്ലാക്കിലും ബാക്ക്ഗ്രൗണ്ട് വൈറ്റിലാണ് കിടക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെയല്ല വേണം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും ടെക്സ്റ്റ് വൈറ്റോ അങ്ങനെ ഏതെങ്കിലും കളർ വേണം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എഫക്ട്സ് ഉണ്ട്. ഇവിടെ താഴെ തന്നെ എഫക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ എഫക്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നെഗറ്റീവ് എന്നൊരു ഓപ്ഷനുണ്ട്, ഇൻവേർട്ട് എന്നൊരു ഓപ്ഷനുണ്ട്. ഞാൻ ഇൻവേർട്ട് കൊടുത്താൽ ഈ ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു ബ്ലൂ ഇന്നർ ഷാഡോ പോലത്തൊരു സംഭവം വരും. അപ്പോൾ നെഗറ്റീവ് കൊടുത്താൽ മതി. നെഗറ്റീവ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുമ്പം ആ ഒരു നെയിം ഫോണ്ട് അവിടെ വരും. എന്നിട്ട് താഴത്തെ ലിവറിയുടെ സംഭവം ജസ്റ്റ് ഒന്ന് ഇൻവിസിബിളായി കൊടുത്താൽ അത് ആ ഒരു സെറ്റപ്പിൽ നമുക്ക് വരും. നിങ്ങൾക്ക് കാണാം ആ ഒരു മിന്നൽ എന്നുള്ള നെയിം കറക്റ്റ് വന്നിട്ടുണ്ട്. ഇതിനി നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത് ഡൗൺലോഡ് ആവും. ഓക്കെ, അടുത്ത ശേഷം ഇതിന് ഗെയിമിൽ കയറിയിട്ടാണ് ചെയ്യാനുള്ളത്. ഡൗൺലോഡ് ആയതിന് ശേഷം ഇനി എന്താ സ്റ്റെപ്സ് എന്ന് വെച്ചാൽ ഗെയിമിനകത്ത് കയറിയിട്ട് നിങ്ങളെ ആഡ് ചെയ്യാൻ അറിയാമായിരിക്കുമല്ലോ, ലിവറി ആഡ് ചെയ്യാൻ അറിയാമായിരിക്കുമല്ലോ. അപ്പം ആ ഒരു സ്റ്റെപ്സ് നോക്കി നിങ്ങൾക്ക് ഇപ്പം ലിവറി ആഡ് ചെയ്യാൻ അറിഞ്ഞൂടാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ എൻ്റെ ലിവറി എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളൊരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം.
ജസ്റ്റ് നോക്കിയാൽ, ഇല്ലെങ്കിൽ നമ്മുടെ ബസ് സിമുലേറ്റർ കേരളൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ അതിനകത്തും കൊടുത്തിട്ടുണ്ട് ട്യൂട്ടോറിയൽ. ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു മെനക്കേടും ഇല്ലാതെ ജസ്റ്റ് AI വെച്ച് ChatGPT വെച്ച് ചെയ്തെടുത്ത് ഇതേപോലെ ആഡ് ചെയ്യാന്നുള്ളതാണ്. ജസ്റ്റ് ചിലപ്പോൾ നിങ്ങളിങ്ങനെ ആഡ് ചെയ്ത് നോക്കി നിന്നിട്ട് ഇത് ബസ്സിനകത്ത് ഇത് ഗെയിമിനകത്ത് കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പം ഈ അളവിൽ ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിക്സാർട്ടിലോട്ട് വീണ്ടും വന്ന് ജസ്റ്റ് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കൊണ്ട് പോയാൽ മതി. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു സാധനത്തിന് നിങ്ങൾക്ക് INSD നെയിം ബോർഡിന് വേണ്ടി യൂസ് ആക്കണം എന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി INSDയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുത്താൽ മതി, INSD കാണാൻ പറ്റും. ഇപ്പോൾ അല്ല ഫ്ലിക്കറിങ് നെയിം ബോർഡിനോ അങ്ങനെ എന്തിനെങ്കിലും ആണ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ഇതിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് കട്ടായി പോകും. അതിനുശേഷം ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഇറേസറോ അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്പിൽ കയറിയിട്ട് ഈ ഒരു വൈറ്റ് പോർഷൻ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ വൈറ്റ് പോർഷൻ ഇതിനകത്ത് കാണുമല്ലോ, നമ്മളെ പിക്സാർട്ടിൽ ഓൾറെഡി കാണും. അപ്പം വൈറ്റ് പോർഷൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് കളയുമ്പം ഈ ബ്ലാക്ക് മാത്രമേ കാണത്തുള്ളൂ. ആ ബ്ലാക്ക് ഇതിനകത്ത് കൊണ്ടുവച്ച് ഈ വൈറ്റും പിടിച്ച് നേരെ വെച്ചിട്ട് ഈ വൈറ്റിൻ്റെ മാത്രം ഒപ്പാസിറ്റി കുറച്ച് വെച്ചാൽ അതും കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ അതും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ നെയിം ബോർഡിൻ്റെ സംഭവങ്ങൾ ചെയ്യുമ്പം ഇത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സംഭവം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു നെയിം ബോർഡ് ക്രിയേഷൻ, ഈ ഒരു നെയിം ഫോണ്ട് ക്രിയേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ല, വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ BSK കളിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.